ഓട്സ് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നെകക്ക വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചേക്കുക കേട്ടോ. 1.5 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാലാണ് നന്നായി കുതിരുള്ളൂ, അല്ലെങ്കിൽ വേവൂല ഈ സാധനം. ഇനി ഈ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓട്സിലെ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ ആയിട്ടോ. അപ്പൊ അത്യാവശ്യമൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇത് വേവിച്ചങ്ങ് എടുത്താൽ മതി ഗ്യാസിൽ വെച്ച്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അത് നന്നായിട്ട് സോക്കായി അത്, അല്ലെങ്കിൽ ഇത് വേവാൻ പാടാ. നന്നായിട്ട് തിളച്ചു വന്നു. ഇതിങ്ങനെ ഫുൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. നന്നായി വെന്തു കണ്ടോ. സോക്ക് ചെയ്തില്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ഇല്ലേ, അത് വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോൾഡ് ഓട്സ് പോലെയല്ല. ഇതെന്റെ സ്റ്റീൽ കട്ട് ഓട്സ് കഞ്ഞിയും കറികളും. പടവലങ്ങ ചെറുപയർ തോരൻ, കൊണ്ടാട്ടം മുളക് ചമ്മന്തി, ഓലക്കുടിയൻ മീൻ കൂട്ടാൻ. ഇത് അമ്മയുടെ കേട്ടോ. അമ്മയ്ക്ക് മീൻ അധികം വയറിന് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് മീൻ ചെറുതൊക്കെ എടുക്കുള്ളൂ. അപ്പഴേ കൊണ്ട് കൊടുത്തു. ഇപ്പൊ കഴിക്കാൻ തുടങ്ങി. നമുക്ക് കഴിക്കാം. ഓക്കെ, ബൈ ബൈ.